അതിനിടയിൽ മിസോറാം ഗവർണർ പിന്നെയും മലയിറങ്ങി കേരളത്തിലെത്തി. സേവാഭാരതിയാണ് വേദിയൊരുക്കിയത്. പഴയ രണ്ട് പ്രചാരകന്മാർക്ക് കണ്ടുമുട്ടാൻ വേദിയൊരുക്കിയത്. ഞാൻ വിചാരിച്ചത് ആദ്യമാണ് ഗവർണർ സംസാരിക്കേണ്ടതെന്നാണ്. ഇപ്പം അവസാനമാണെന്നാണ് പറയണത്. പ്രോട്ടോകോൾ അങ്ങനെ ആയതുകൊണ്ട് നിശ്ചയമായിട്ടും അത് പാലിക്കപ്പെട്ടേ മതിയാവുള്ളൂ. പാവം മുകുന്ദേട്ടൻ. പൊളിമിക്സ് വിചാരിച്ചിരുന്നത് മുകുന്ദേട്ടനാണ് ആദ്യം ഗവർണറാവുക എന്നായിരുന്നു. ഇനിയിപ്പോൾ ആവുമെന്ന് തന്നെ തോന്നുന്നില്ല. അല്ലെങ്കിലും വിധിയുടെ പ്രോട്ടോകോൾ കടുപ്പമാണ്. അത് മറികടക്കാനാവില്ല. എനിക്കറിയുന്ന ഒരു ഡോക്ടർ അദ്ദേഹത്തോട് ജ്യോത്സ്യൻ പറഞ്ഞു, നിങ്ങൾ ഭിക്ഷ എടുക്കണം എന്ന്. അപ്പോൾ ഭിക്ഷ എടുക്കാൻ വേണ്ടിയിട്ട് അയാളുടെ നാട്ടിൽ പോകുന്നത് എന്ത് ധരിക്കും? കാരണം ഇയാൾ ഡോക്ടറാണ്. പക്ഷേ പാലക്കാട് പോയി വീടുകളിൽ കയറി ഭിക്ഷയെടുത്ത് നല്ല ചെറുപ്പക്കാരൻ ഇപ്പോൾ ചില വീട്ടിൽ നിന്ന് പറയാൻ തുടങ്ങി, നാണമില്ല ഇയാൾ ഈ തണ്ടാൻ നടക്കുന്നത്, പോയി പണിയെടുക്കരുത്. പക്ഷേ ഇയാളുടെ വ്രതത്തിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇതൊക്കെ കേൾക്കണം. അയാൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ദോഷം കൊണ്ട് ജ്യോത്സ്യൻ പറഞ്ഞതനുസരിച്ച് ചെയ്തിട്ടുള്ള ഈ കാര്യത്തെ സംബന്ധിച്ചും കേട്ടേ മതിയാവുള്ളൂ. ഓർക്കുന്നുണ്ട്. മുകുന്ദേട്ടൻ ഒരിക്കൽ മാരാർജി മന്ദിരത്തിലേക്ക് കയറി ചെന്നത് പൊളിമിക്സ് ഓർക്കുന്നുണ്ട്. അന്ന് അവിടെയുള്ളവർ കരുതി രാഷ്ട്രീയ ഭിക്ഷയെടുക്കാൻ വന്നതാണ് എന്ന്. ഇതൊക്കെ കേൾക്കണം. കർമ്മഫലമാണ് കർമ്മഫലം. നിസ്വാർത്ഥ സേവനം ചെയ്ത് നിലയ്ക്കാത്ത ഒരു അംഗീകാരം ലഭിച്ച വലിയൊരു മനുഷ്യനാണ് നമ്മുടെ ഗവർണർ. അദ്ദേഹത്തെ സംബന്ധിച്ചോളം അറിയാം, അദ്ദേഹം പോലും ആഗ്രഹിക്കാത്ത ഒരു വലിയ പദവി. അതായത് ഇന്ത്യയിലെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് ഇന്ത്യയുടെ 4ാമത്തെ സ്ഥാനം അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ മറ്റ് ഗവർണർ ഉണ്ടെങ്കിൽ അതിൻ്റെ താഴെ വരുമെന്ന് മാത്രമേ ഉള്ളൂ. അത് അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് പറയുന്നത് സേവനത്തിൻ്റെ മഹത്വം ഈ ഇന്ത്യ മഹാരാജ്യം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് അത് നമുക്കൊരു വലിയൊരു മാർഗദർശിയായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണുന്നു. പ്രോട്ടോകോൾ അനുസരിച്ച് ഇനിയാണ് ഗവർണർ സംസാരിക്കേണ്ടത്. എന്നെ അറിയുകയും ഞാൻ അറിയുകയും ചെയ്യുന്ന ഈ മണ്ണിൽ ഇന്ന് തികച്ചും അപ്രതീക്ഷിതമായ ഒരു മേൽവിലാസത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഭാരതത്തിൻ്റെ വടക്ക് കിഴക്ക് 7 സഹോദരിമാർ ആയി അറിയപ്പെടുന്ന സംസ്ഥാന ഗണത്തിലെ ഒരു സംസ്ഥാനമായ മിസോറാമിൻ്റെ ഗവർണർ പദവിയിലേക്ക് എന്നെ വളർത്തിയതും ഉയർത്തിയതും എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളും നിങ്ങളെപ്പോലെ രാഷ്ട്രബോധമുള്ള സംഘടനകളുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ ഈ ഉദ്ഘാടന സഭയിൽ നിൽക്കുമ്പോൾ മനസ്സിൽ ഓർമ്മകളുടെ, സന്തോഷത്തിൻ്റെ, ഗൃഹാതുരത്വത്തിൻ്റെ തിരക്ക് തടിക്കുകയാണ്. കർമ്മഫലം കാരണം ഗവർണറായിപ്പോയി എന്നേ ഉള്ളൂ. ആൾക്കൊരു മാറ്റവുമില്ല. ഞാൻ നിങ്ങളുടെ കുമ്മനം തന്നെയാണ്. രാഷ്ട്രം എന്നെ ഏൽപ്പിച്ച ചുമതല ഉത്തരവാദിത്വമുള്ള ദേശഭക്തനെന്ന നിലയിൽ നിറവേറ്റുവാൻ വേണ്ടിയാണ് ഞാൻ മിസോറാമിലെത്തിയത്. ഇന്ന് തികഞ്ഞ സന്തോഷത്തോടെ, നിറഞ്ഞ മനസ്സോടെ നിങ്ങളുടെ മുന്നിലും എത്തിയിരിക്കുന്നു. ഇനി ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ വല്ല ആശ്രമത്തിലും പോയി വിശ്രമിക്കേണ്ടി വരും. BJPയിലൊന്നും സ്ഥലമില്ല. ആ പാർട്ടിയൊക്കെ അങ്ങ് വലുതായിപ്പോയി. അവർ 20 സീറ്റും കേരള ഭരണവും ഒരുമിച്ച് പിടിക്കാനുള്ള പുറപ്പാടിലാണ്. പക്ഷെ ഇപ്പോഴും അതിനെപ്പറ്റി അവബോധമുണ്ടാക്കാനുള്ള ശ്രമമാണ് ഗൃഹസമ്പർക്കത്തിൽ വേണ്ടത്. നമുക്ക് സാധിക്കും. യെസ് വി ക്യാൻ. നമുക്ക് സാധിക്കും. ഈ ആത്മവിശ്വാസമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ നമുക്കാണ് ജയസാധ്യത. കണ്ടാൽ ഒഴുകിയെത്തുന്ന വോട്ടുകൾ ഈ 2 മുന്നണികളിൽ നിന്നുമായിരിക്കും. അതിനുള്ള ശ്രമമുണ്ടാകണം. നമ്മളോട് അസ്പൃശ്യതയുണ്ടായിരുന്നവരൊക്കെ അത് മാറ്റി നമ്മുടെ അനുകൂലമായി വന്നിരിക്കുന്നു. ശരിയാണ്. ആർക്കും ഇപ്പോൾ BJPയോട് തൊട്ടുകൂടായ്മയില്ല. തൊട്ടുകൂടാനുള്ള തിക്കും തിരക്കുമാണ്.
ഞാൻ ഒരൊറ്റ ഉദാഹരണം മാത്രം പറയാം. ഈ അടുത്ത നാൾ കുമ്പനാട് 40,000 ആളുകൾ പങ്കെടുത്ത ഇന്ത്യൻ പെന്തക്കോസ് IPCയുടെ ഒരു സമ്മേളനം നടന്നു. ഞാനുണ്ടായിരുന്നു, ഒരു പഴയ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, എല്ലാവരും അവിടെ എത്തിയതാണ്. നമ്മളെ വിളിച്ചിട്ട് പോയതാണ്, അല്ലാതെ ഞാൻ പോകില്ലായിരുന്നു. മറ്റവരൊക്കെ അറിഞ്ഞെത്തിയവരാണ്. പക്ഷെ അവിടെ അവരുടെ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് 5 മിനിറ്റ് സമയം സംസാരിക്കാൻ കിട്ടിയ ഒരേ ഒരു കക്ഷി BJP ആണ്. അതൊക്കെ ആളുകൾക്കിടയിലുണ്ടായ മാറ്റത്തിൻ്റെ സൂചനയായി ഞാൻ കാണുന്നു. അവിടെ പങ്കെടുത്ത മുൻ മുഖ്യമന്ത്രി അവിടെ വന്നു, കണ്ടു, കൈകൊടുത്തു പോയതല്ലാതെ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അവസരം ലഭിച്ചില്ല. ഇതൊക്കെ മാറ്റമാണ്. ഇതിനാണ് പെന്തക്കോസ്തുകാർ അനുഭവസാക്ഷ്യം എന്ന് പറയുക. ഹല്ലേലൂയ.